നമസ്കാരം. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ആദ്യ റഷ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോവിലേക്ക് പുറപ്പെട്ടു. മേഖലയുടെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും പിന്തുണയേകുന്ന പങ്കാളിത്തമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് മോദി പറഞ്ഞു. ഓസ്ട്രിയയും മോദി സന്ദർശിക്കും. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. 22ാം വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് മോദി റഷ്യയിലേക്ക് തിരിച്ചത്. ഊർജ്ജം, വ്യാപാരം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പരസ്പര ബന്ധം വിപുലപ്പെടുത്തുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. റഷ്യൻ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് തിരിക്കുന്നത്. 10-ന് തിരിച്ചെത്തും. റഷ്യയും യുക്രൈനും ഉൾപ്പെട്ട മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിന് മോസ്കോവിലേക്ക് തിരിക്കും മുമ്പ് നൽകിയ പ്രസ്താവനയിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള സാഹചര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്യുമെന്നും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തന്റെ സന്ദർശനം സഹായിക്കുമെന്നും മോദി അറിയിച്ചു. മോദിയുടെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും അതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അസൂയയോടെയാണ് സന്ദർശനത്തെ നോക്കിക്കാണുന്നതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു. വൈകിട്ട് 6-ന് മോസ്കോവിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റ് പുടിൻ അത്താഴവിരുന്നൊരുക്കും. 2 നേതാക്കൾ മാത്രമുള്ള ചർച്ച നടക്കും. മോസ്കോവിലെ ഇന്ത്യൻ സമൂഹത്തെയും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. റഷ്യ-യുക്രൈൻ സംഘർഷം തുടങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് നരേന്ദ്രമോദി റഷ്യയിലെത്തുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തെ കോൺഗ്രസ് പരിഹസിച്ചു. റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടെങ്കിലും മണിപ്പൂർ സന്ദർശിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകാതിരിക്കുന്നത് രാജ്യവ്യാപകമായി പ്രചാരണായുധമാക്കാൻ കോൺഗ്രസ് നിർദ്ദേശം നൽകി. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മണിപ്പൂരിനെക്കുറിച്ച് പ്രത്യേക ചർച്ചയും കോൺഗ്രസ് ആവശ്യപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് റഷ്യയിലെ ഭാരത അംബാസിഡർ വിനയ് കുമാർ പ്രതികരിച്ചു. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉച്ചകോടി നടക്കുന്നത്. റഷ്യ ഇപ്പോൾ ഭാരതത്തിലെ അസംസ്കൃത ഊർജ്ജ സ്രോതസ്സുകളുടെ വളരെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളിലൊന്നാണ്. ഉഭയകക്ഷി ബന്ധത്തിലെ ഈ സംഭവ വികാസങ്ങളെപ്പറ്റിയുള്ള വീക്ഷണങ്ങൾ കൈമാറുന്നതിന് ഈ സന്ദർശനം ഉപകരിക്കും. കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ, പ്രധാനമന്ത്രിക്കും സംഘത്തിനുമായി പ്രസിഡന്റ് ഒരുക്കുന്ന വിരുന്ന്, കരാറുകൾ ഒപ്പുവയ്ക്കൽ, മോസ്കോയിലെ എക്സിബിഷൻ വേദിയിലെ റോസറ്റം പവലിയൻ സന്ദർശനം, ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യൽ എന്നിവയും ഉണ്ടാകും. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോസ്കോ സന്ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യ ചൈനയോടും ഇന്ത്യ US-നോടും കൂടുതൽ അടുക്കുന്നതിൻ്റെ പേരിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ അകലുന്നുവെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഇതിനെ ഖണ്ഡിക്കാനും മോദിയുടെ മോസ്കോ സന്ദർശനത്തിന് കഴിയും. റഷ്യ 2019 പ്രഖ്യാപിച്ച ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ പുരസ്കാരം പ്രധാനമന്ത്രി സ്വീകരിക്കും. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണിത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാൽ മോദി ബഹുമതി സ്വീകരിക്കാൻ എത്തിയിരുന്നില്ല. അതിനിടെ ബ്രിട്ടനിലെ പൊതുതെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ ലേബർ പാർട്ടി നേതാവ് കെയ്ർ സ്റ്റോർമറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചിരുന്നു. ഇന്ത്യ-UK ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളുടെ പങ്കാളിത്തം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി മോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചിരുന്നു. UK പൊതുതെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ വിജയം നേടിയ കെയ്ർ സ്റ്റാർമറിന് ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. പരസ്പര വളർച്ചയും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മേഖലകളിലും ഇന്ത്യയും UK-യും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മകമായ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു. കെയ്ർ സ്റ്റാർമറിനെ അഭിനന്ദിക്കുന്നതിനൊപ്പം സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി ഋഷി സുനകിന് നന്ദി അറിയിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല. സുനകിന്റെ സ്തുത്യർഹമായ നേതൃത്വത്തിനും ഇന്ത്യ-UK ബന്ധം ആഴത്തിലാക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. ഋഷി സുനക് പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യ-UK ബന്ധം സജീവമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ചു. സുനകിനും കുടുംബത്തിനും ആശംസകൾ നേരുന്നുവെന്നുമാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നത്.